ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യം പറയുമ്പോഴേ ഇലക്ട്രൽ ബോണ്ട് ലാസ്റ്റ് മിനിറ്റിൽ പുറത്തേക്ക് വരുമ്പോൾ അതിലേറ്റവും കൂടുതൽ അതായത് 2018 മുതൽ 23 വരെയുള്ള കണക്കെടുത്താൽ 54% BJPക്കാണ് കിട്ടിയിരിക്കുന്നത്. കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത് ആരൊക്കെ, അവർക്ക് എന്താണ് കോൺട്രാക്റ്റ് കിട്ടിയത്, അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പോ പിമ്പോ EDയോ ആദായനികുതി വകുപ്പോ CBI ഒക്കെ അന്വേഷിച്ചിട്ട് ഇത്തരം വിവരങ്ങളൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചില ഫാർമ കമ്പനികളുടെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. അവർ അന്വേഷണം പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ സംബന്ധിച്ചുള്ള പരിശോധനയിൽ പ്രശ്നമുണ്ട് എന്ന് കണ്ടെത്തിയ ഫാർമ കമ്പനികൾ അതിനുശേഷം ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നു. ഇതെങ്ങോട്ടാണ് പോയത് എന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നു. അപ്പോൾ ഈ 2014 മുതൽ ബിൽഡപ്പ് ചെയ്തൊരു ഇമേജുണ്ട്, അഴിമതിക്കെതിരെ ഭയങ്കര നിലപാടെടുക്കുന്നു എന്ന് പറയുന്ന വിധത്തിലുണ്ടാക്കിയൊരു ഇമേജിന് കിട്ടിയൊരു കോട്ടമാണ്, വലിയ തോൽക്ഷീണമാണ്. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടിയിട്ട് ഇത് അഴിമതിക്കെതിരെ ഞങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത ആളുകളാണ് എന്ന് കൂടി ഒരു പിക്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ചിലപ്പോൾ ഇതാണ് രാജീവ് പറഞ്ഞ കൃത്യം. അഴിമതി വിരുദ്ധ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അഴിമതി തുടച്ചു വെക്കും എന്നുള്ള രീതിയിലാണ് ആം ആദ്മിയും ഒരു അജണ്ട അങ്ങനെ തന്നെയായിരുന്നു BJP വരുന്നത്. അങ്ങനെ ഒരു വലിയ മൂവ്മെൻറ്റിൻ്റെ ഭാഗം അന്നത്തെ 2014 കോൺഗ്രസ് വിരുദ്ധമായിരുന്ന മൂവ്മെൻറ്റ് അങ്ങനെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. അപ്പോൾ അഴിമതി വിരുദ്ധ ഒരു ഇമേജ് BJP വലിയ ഇതിൽ പ്രൊജക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ 2024 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന് വലിയ പ്രത്യാഘാതം സൃഷ്ടിച്ചുകൊണ്ടാണ്. അത് സുപ്രീം കോടതി ഇൻ്റർവെൻഷൻ തന്നെയാണ്. അതിൻ്റെ അകത്ത് സുപ്രീം കോടതി നടത്തിയ വലിയ ഇൻ്റർവെൻഷനാണ്, നിർണായകമായ ഇൻ്റർവെൻഷൻ. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ ഇൻ്റർവെൻഷൻ BJP വിരുദ്ധ ഇൻ്റർവെൻഷൻ എന്ന് പറയാൻ പറ്റില്ല. കാര്യം ഒരു വസ്തുത ജനങ്ങളെ അറിയിക്കാനാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. ജനങ്ങൾ അറിഞ്ഞിരിക്കാൻ ബാധ്യതപ്പെട്ട ഒരു വസ്തുത, ആരൊക്കെ ഏതൊക്കെ കോർപ്പറേറ്റുകൾ എത്ര പണം നൽകി, അതിൽ ഏറ്റവും കൂടുതൽ പണം ആർക്ക് ലഭിച്ചു, ഏത് പാർട്ടി ലഭിച്ചു എന്നുള്ള ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അവസ്ഥ. ഇത് എന്തിനായിരുന്നു BJP ഇത്രയും സുതാര്യത പ്രഖ്യാപിക്കുന്നത്? അഴിമതിരഹിതം എന്ന് സ്വയം പറയുന്ന ആൾക്കാരെ മൂടിവെക്കാൻ ശ്രമിച്ചത്, പല ഘട്ടങ്ങളിലും ഇത് മൂടിവെക്കാൻ ശ്രമിച്ചത്. മാത്രമല്ല അവസാനം പല ഘട്ടത്തിലും തിരിമറി നടത്തുന്ന ഡാറ്റനെ പല രൂപത്തിലാക്കിക്കൊണ്ട് ആൾക്കാർ വ്യക്തമല്ലാത്ത രീതിയിൽ അവതരിപ്പിക്കാവുന്ന ശ്രമം നടന്നു. പക്ഷേ അതൊക്കെ ചീറ്റിപ്പോയി. ആ ചീറ്റി പോവുകയും ഏതൊക്കെ സ്ഥാപനങ്ങൾ പണം കൊടുത്തു, ഉദാഹരണത്തിൽ ചൂതാട്ട കമ്പനികൾ എന്തിനു പണം കൊടുത്തു, അതുപോലെ IT ED റഡാറിൻ്റെ അകത്തുപെട്ട കമ്പനികൾ പണം കൊടുത്തതിൻ്റെ കാരണം, അതുപോലെ ഏറ്റവും അവസാനം വന്ന് പിന്നെ ആം ആദ്മി തന്നെ ഉന്നയിച്ച പ്രശ്നം ഈ അപ്രൂവറായിട്ടുള്ള മാപ്പുസാക്ഷി കമ്പനി ഫാർമ കൊടുത്തുള്ള 30 എത്ര കോടി രൂപ ഇതെന്തിനായിരുന്നു? ഇതൊക്കെ തന്നെ പൊതു സംസാരത്തിൻ്റെ ഭാഗമായിട്ട് ഇലക്ഷൻ ഡിബേറ്റിനകത്ത് എല്ലാവരും അവർ കൊടുത്ത് അരബിന്ദോ ഫാർമ ആ കേസിൽ അപ്രൂവറായുള്ള സത്യേന്ദ്ര റെഡ്ഡിയോ അങ്ങനെ ഒരാളുടെ ഉടമസ്ഥയിലുള്ള കമ്പനി, അയാൾ അതിൻ്റെ പ്രൊമോട്ടറും ഡയറക്ടറുമാണ്. അയാൾ കൊടുത്തത് 52 കോടി ഇലക്ട്രൽ ബോണ്ടാണ് അയാളുടെ അറസ്റ്റിന് ശേഷം എടുത്തിരിക്കുന്നത്. അതിൽ 66% പോയിരിക്കുന്നത് BJPയുടെ അക്കൗണ്ടിലേക്കാണ്. ബാക്കി പോയിരിക്കുന്നത് കുറച്ച് തെലുങ്ക് ദേശം പാർട്ടിയിലേക്കാണ്, പിന്നെ കുറച്ച് BRSലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഡാറ്റ പുറത്തേക്ക് വരുമ്പോൾ ഇതിൽ ഈ അപ്രൂവറായത് എന്തിനാണ്, ഈ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ മൊഴി കൊടുക്കുന്നത്, ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെ സ്വാഭാവികമായിട്ട് ഉയരും. ഡിബേറ്റ് ചെയ്യപ്പെടുന്നത് മാധ്യമങ്ങൾ ഡിബേറ്റ് ചെയ്യുന്നത്. അതുപോലെ BJPക്ക് അനുകൂലം നിൽക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും ഈ വിഷയം ഒഴിവാക്കാൻ പറ്റില്ല. കാര്യം ഇത് അവിടെ ഉണ്ട്, അന്തരീക്ഷത്തിലുണ്ട്. ഇത് കേരളത്തിലല്ലേ, ദക്ഷിണേന്ത്യയിൽ മാത്രം ഇന്ത്യയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടും. ഇത് കൂടുതൽ BJPക്ക് അനുകൂലമായ സംസ്ഥാനങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടും. ഇത് വലിയ പ്രത്യേകത സൃഷ്ടിക്കുക. അതുകൊണ്ട് 400 സീറ്റ് എന്നല്ല, ഇവരെ സംബന്ധിച്ച് നിലവിലുള്ള സീറ്റുകളെക്കാൾ കുറയാനുള്ള സാധ്യതകൾ വലിയ തോതിലുണ്ട്. അത് ആ ഒരു പ്രത്യേകത അവർ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ക്യാമ്പയിൻ ഈ നിലയിൽ ആവാനും സാധ്യത. കാര്യം 2017 നമ്മൾ ക്യാമ്പയിൻ കണ്ടതാണ്. അന്നത്തെ 2G സ്പെക്ടറായിരുന്നു ഏറ്റവും വലിയ ക്യാമ്പയിൻ ഉപയോഗിച്ചത്. ഇലക്ട്രൽ ബോണ്ട് ക്യാമ്പയിൻ വിഷയമാകാൻ പോവുകയാണ്. കാര്യം ക്യാമ്പയിനിലേക്ക് എത്തുന്നുള്ള ആൾക്കാർ. അപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് ക്യാമ്പയിൻ വിഷയമാവുകയും അതിൻ്റെ തോതിൽ വലിയ തോതിൽ ട്രോളുകളും പോസ്റ്ററുകളൊക്കെ വരുന്നതോടുകൂടി BJP ബാധിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ 2G സ്കാം ഉണ്ടാകുന്ന സമയത്ത് ആലോചിച്ചാൽ കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് പത്രസമ്മേളനത്തിൽ വിശദീകരണം നൽകാൻ തയ്യാറായിരുന്നു. അന്ന് കപിൽ സിബാൽ വന്ന് ഔദ്യോഗിക വിശദീകരണം നൽകിയിരുന്നു. ഇന്ന് ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്ത് ആ കുചേലവൃത്തം പറയുന്നല്ലാതെ ഒരു ഔദ്യോഗിക ഒരു പത്രസമ്മേളനത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് പത്രക്കാരുടെ ചോദ്യങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് മറുപടി പറയാൻ തയ്യാറായിട്ടുള്ള വളരെ ആൾക്കാരില്ല. അത് ഔദ്യോഗിക നേതൃത്വത്തിലില്ല. പ്രധാനമന്ത്രി തന്നെ തയ്യാറല്ല, അല്ലെങ്കിൽ അവരെ മറ്റു മന്ത്രി തയ്യാറല്ല. മറ്റൊരു സ്ഥലത്ത് ആഭ്യന്തരമന്ത്രിയോട് ഈ ചോദ്യം ഉന്നയിച്ച സമയത്ത് ആഭ്യന്തരമന്ത്രി പ്രതിപക്ഷ പാർട്ടികളുടെ അഴിമതിക്കെതിരെ ആഞ്ഞടിക്കുന്നല്ലാതെ ഇതിൻ്റെ ഒരു വ്യക്തമായ മറുപടി പറയുന്നില്ല. ഇതായിരുന്നു മറുപടി പറയേണ്ടത്. ഇന്ന കാര്യങ്ങളാണെന്ന് മറുപടി പറയാൻ അവർക്ക് ബാധ്യതയുണ്ട് ജനങ്ങളോട്. അപ്പോൾ അത്ര ഒരു പ്രതിസന്ധി BJPയെ വലിയ ഉലച്ചിട്ടുണ്ട്. BJPയുടെ കോൺസ്റ്റിറ്റ്യുവൻസി തന്നെ ബാധിച്ചിട്ടുണ്ട്. കാര്യം അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് ഇത്തരം കാര്യം വലിയ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന് അനുകൂലമായി ഒരു നീക്കം ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അതിനെ തടയാന്നുള്ളതും കൂടി ഇതാണ്. അപ്പോൾ അത് തടയാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം ഒരു അറസ്റ്റ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ വിജ്ഞാപനം വന്നതിന് ശേഷം നടത്തുന്ന ഒരു അറസ്റ്റ്, പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഭാഗമായി ഉറച്ചു നിന്നൊരു പാർട്ടിയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്ത് ഇത് ബാക്ക് ഫയർ ചെയ്യാനുള്ളൊരു സാധ്യത വളരെ കൂടുതലല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടാർഗറ്റഡ് ഓപ്പറേഷനാണ് എന്ന് നാട്ടുകാർക്ക് മനസ്സിലാകാൻ വലിയ പാടൊന്നുമില്ല.
ഉറപ്പായിട്ടും. അപ്പോൾ ഇത് ഇപ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് അത്യാവശ്യം ഹോൾഡുണ്ട്, ഹരിയാനയിൽ ചില പോക്കറ്റ്സ് ഉണ്ട്, ഗുജറാത്തിൽ ചില പോക്കറ്റ്സ് ഉണ്ട്, പഞ്ചാബ് അവർക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ്, ഗോവയിലുണ്ട്. അതിന് പുറമെ ഇവരുണ്ടാക്കിയ സഖ്യങ്ങളിൽ ഇവരുടെ പങ്കാളിത്തമുണ്ട്. അപ്പോൾ ഇത് ബാക്ക്ഫയർ ചെയ്യാനുള്ളൊരു സാധ്യത BJP ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ്. BJP പ്രതീക്ഷിക്കണം, അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം BJP ആലോചിച്ചിട്ട് തീരുമാനമായിരിക്കുമല്ലോ കാര്യം. പക്ഷേ BJP മറ്റ് പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 1-2 പേരെ ആലോചിച്ചാൽ മതി. വലിയ പാർട്ടിയാണെങ്കിലും അവർക്ക് 1-2 പേരിൽ ആലോചിച്ച് ഒതുക്കാവുന്ന കാര്യം. ഇപ്പോൾ എല്ലാവരോടും ആലോചിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ആ പാർട്ടിക്ക് വലിയ ഇത്ര ബൃഹത്തായ പാർട്ടിയാണെങ്കിലും ആൾക്കാരെ നിരന്തരം സ്വീകരിക്കുന്ന പാർട്ടിയാണെങ്കിലും തീരുമാനം കുറച്ച് സ്ഥലങ്ങൾ ഒതുക്കി നിർക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അവർ ആലോചിച്ചിട്ടുണ്ടാവണം, ആലോചിക്കാതിരിക്കാൻ പറ്റുള്ളൂ. അത്ര ഒരു അധികാരത്തിരിക്കുന്ന പാർട്ടി, ദീർഘകാലം സംസ്ഥാന രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിച്ചു വന്ന പാർട്ടിക്ക് ഇത്ര ഇൻ്റലിജൻസ് ഇല്ലാതിരിക്കില്ല. ഇതിൻ്റെ പ്രത്യാഘാതത്തെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ടാവും. സോ ഈ എങ്ങനെയാണ് അതിന്. പക്ഷേ ഈ പ്രത്യാഘാതത്തിനപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെയാണ് രാജീവ് പറഞ്ഞ കാര്യം, നിർവാഹമില്ലായ്മ കെട്ടേണ്ടത്. ഇലക്ട്രൽ ബോണ്ട് ഡിബേറ്റ് വരികയാണെങ്കിൽ മറ്റ് ഇവരുടെ BJPയുടെ അജണ്ടകളെല്ലാം പരാജയപ്പെടുന്നൊരു ഒരു പേടി അവർക്കുണ്ടാവണം, ഒരു ആധി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വലിയൊരു ആകുലത അവർക്കുണ്ട്. ആ ആകുലതയെ മറികടക്കാനുള്ള ശ്രമമാണ് ഒരു അന്തരീക്ഷത്തിൽ വേറൊരു സാധനം സൃഷ്ടിച്ചുകൊണ്ട്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ അഴിമതി പ്രശ്നം മറ്റൊരു പ്രതിപക്ഷം തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാരേറ്റീവ് അതാണല്ലോ, പ്രതിപക്ഷത്തിൻ്റെ അഴിമതിക്കെതിരെയാണ് പാഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റേ കാര്യങ്ങളൊന്നും മുഖ്യ സ്ഥാനങ്ങളിൽ നിന്ന് പ്രധാന സ്ഥാനങ്ങളിൽ നിന്ന് പോയി. അപ്പോൾ അതൊരു നിർവാഹമില്ലായ്മൻ്റെ അകത്തുണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം ഈ ഒരു ഘട്ടത്തിൽ ഒരിക്കലും ചെയ്യാത്ത കാര്യമാണ്. എത്ര തന്നെ തെളിവുണ്ടെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിൽ വരാൻ അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നൊരു പാർട്ടി, അത് നമുക്ക് തെരഞ്ഞെടുപ്പ് ശേഷം അറിയാൻ പറ്റുള്ളൂ എന്നാണ് സ്ഥിതിയുള്ളത്. ചിലപ്പോൾ പരാജയപ്പെടാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അധികാരത്തിൽ വരുന്നു, പക്ഷേ ആത്മാർത്ഥമായും ഉത്തമമായും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പാർട്ടിക്ക് എന്തിനാണ് നടപടി എടുക്കേണ്ടി വരും? അത് കഴിഞ്ഞ് ചെയ്താൽ പോരെ. അത് കഴിഞ്ഞ് ചെയ്താൽ ആരാണ് ചോദിക്കാൻ? ആ കാലത്ത് മാധ്യമങ്ങൾ ഇന്നിപ്പോൾ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങൾ വിമർശിക്കുകയാണ്, ആ മാധ്യമങ്ങളും വിമർശനം രഹിതരായിരിക്കും. 400 സീറ്റിലാണ് BJP അധികാരത്തിൽ വരണമെങ്കിൽ ഏത് മാധ്യമവും, ഇപ്പോൾ തന്നെ മാധ്യമം സംസാരിക്കുന്നില്ല, ഏത് മാധ്യമം ഉണ്ടോ BJPക്ക് സംസാരിക്കാൻ? അപ്പോൾ ആ ഘട്ടത്തിൽ വളരെ ഉത്തമ വിശ്വാസമുള്ള അപ്പുറം കാര്യങ്ങൾ ചെയ്യായിരുന്നു. പക്ഷേ അതല്ല, പ്രതിപക്ഷം ഇല്ലാതിരിക്കണം, ഞങ്ങൾ ജയിച്ചാൽ പോലും പ്രതിപക്ഷം ഇല്ലാതിരിക്കണം. അല്ലെങ്കിൽ ഈ പ്രതിപക്ഷത്തിനെക്കുറിച്ചുള്ള ഭയം ഇവരുടെ സംഘടിത ശക്തി വേറെ രൂപത്തിൽ പ്രതിഫലിക്കും തെരഞ്ഞെടുപ്പിൽ. പ്രത്യക്ഷത്തിലില്ലെങ്കിലും അന്തർധാര ഉണ്ടാവാം, ഒഴുക്കുണ്ടാവാം. അതുപോലെ തന്നെ പഴയ അടിയന്തരാവസ്ഥ അനുഭവമുണ്ട്, ഉത്തരേന്ത്യയിൽ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത്. ഇത്തരം ഒരു ഭയം അവരെ സംബന്ധിച്ചോളം ഗൗരവമായി ബാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നടപടിയിലേക്ക് ഒരു സാമാന്യ തരത്തിൽ പോവില്ല. പക്ഷേ ഇൻ്റലിജൻസ് ഇല്ല പറയാനും പറ്റില്ല. കാര്യം ഇന്ത്യയിൽ ദീർഘകാലം പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. എല്ലാവിധ തന്ത്രങ്ങളിലും കുതന്ത്രങ്ങളും ഏർപ്പെട്ടിരിക്കുന്ന പാർട്ടിക്ക് ബുദ്ധിയില്ലാതെ എടുക്കുന്ന തീരുമാനമല്ല. അപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു നിർവാഹമില്ലായ്മ എൻ്റെ അകത്തുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തം. അല്ലെങ്കിൽ ഒരു ആർക്കെങ്കിലും ആലോചിച്ചു ഇത്ര ചടുവിടുന്നൊരു തീരുമാനം എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണല്ലോ എന്ത് തന്നെയാണെങ്കിലും.